എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു അണ പോലും ഇത്തരം കക്ഷികൾക്ക് നമ്മൾ പെട്ടിങ്ങനെ കൊടുത്തു പോകരുത്. അവരെ പെട്ടിക്കൊന്നും ഒരു അണ പോലും വിട്ടുപോകാൻ പാടില്ല. ഇതുണ്ടല്ലോ നമ്മളെ ഗ്രൂപ്പിലുണ്ടല്ലോ ഈ പാണ്ഡം സമത് കാണേണ്ടതൊക്കെ ഒരൊറ്റ യൂണിറ്റിന്ന് നിധി ബോക്സ് എടുക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. 2 ലക്ഷം ഇപ്പം തന്നെ ആയി. അങ്ങനെ ഓരോ യൂണിറ്റുകളിലും ലക്ഷക്കണക്കിന് രൂപയാണ് നിധി ബോക്സിലൂടെ സെന്റിനറി സമ്മേളനത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താ പാണ്ഡൻ സമതേച്ച് പറഞ്ഞോന്ന് ചോദിച്ചിട്ടില്ലേ? പണ്ടൊരാൾ പറയുന്നുണ്ട്, പാണ്ഡൻ നായുടെ പല്ലിന് സൗകര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന്. എന്താ ചെയ്യുക? എന്താ പറഞ്ഞാൽ ഒരു അണ പോലും കൊടുക്കരുത് എന്ന്. കണ്ണ് തുറന്ന് കാണടോ അതൊക്കെ. കോളാമ്പി പറഞ്ഞില്ലതും. 10 ഡേറ്റ് ആയില്ലേ? നാളെ തോന്നുന്നുണ്ട്. പെട്ടി തുറന്നിട്ട് എന്താന്ന് ലൈവായി കാണിക്കണം കേട്ടോ. കോളാമ്പിക്ക് പെട്ടി തുറക്കണതേ ലൈവായി കാണാനുള്ള പൂതി ഉണ്ടായി. നമ്മളെന്താ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ യൂണിറ്റുകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് സെന്റിനറി സമ്മേളനത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ വീട്ടിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ. അപ്പോൾ ലൈവായി കാണണമെന്ന് പൂതിയുള്ള കോളാമ്പിയെ ഇന്നലെ വീഡിയോ വിട്ടിട്ടുണ്ട്. അതൊന്നും കൂടി ആവർത്തിച്ച് കണ്ടോ. എല്ലാ വീട്ടിലും അവസ്ഥ തന്നെയാണ്. എന്തായിപ്പോൾ ഇതൊക്കെ ഇപ്പം മെച്ചായിക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഒരണ ഇടരുത്, ആരും കൊടുക്കരുത്. എന്നിട്ടോ ആ മെച്ചായിക്കന്മാരുടെ നിർദ്ദേശങ്ങളൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഓരോ ആളുകളും നിധി ബോക്സിലേക്ക് ക്യാഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്ത് മെച്ചായിക്കന്മാർ! ചെയ്ത്താന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം ഇങ്ങനെ വിളിച്ചു പറയാനല്ലാതെ ഹക്കായ മശായിഖന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇവിടെ ആലിമീങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരം ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അത് പ്രഖ്യാപിച്ച മാതിരിയാണ്. അത് വൻ വിജയമായിരിക്കും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റത് ഒരു അണ കൊടുക്കരുത് എന്ന് മെച്ചായിക്ക് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കണത്. എന്താ ഒട്ടൂരികളെ, ഇതൊക്കെ കണ്ണു തുറന്ന് കാണുകളെ. അലിഫക്ഷരം തന്നൊരലകടൽ തീർത്ഥം അലയടിച്ചിടുന്നതറിവിന്റെ ചിത്തം. അലിഫക്ഷരം തന്നൊരലകടൽ തീർത്ഥം അലയടിച്ചിടുന്നതറിവിന്റെ ചിത്തം. ഹിജാസിൻ മരുക്കാറ്റിലൊഴുകി സുഗന്ധം ഇതം കപ്പലേറി അണഞ്ഞു ഹാ ചന്തം. ഹിജാസിൻ മരുക്കാറ്റിലൊഴുകി സുഗന്ധം ഇതം കപ്പലേറി അണഞ്ഞു ഹാ ചന്തം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അജ്മഈൻ അമ്മാ ബഅദ്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്.